മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. അതിലെ ആ തടിയൻ വരാൽ അവളെ നോക്കുന്നു. കുഞ്ഞു പാത്തുമ്മയെ കിട്ടിയാലും കപ്പ് എന്ന് വെട്ടി വിഴുങ്ങിക്കളയും. അവൾ മുടി ചീകി ഉടുക്ക് തീർത്ത് ഉണക്കിക്കൊണ്ട് ആമ്പൽ പൊയ്കയെ ആകമാനം ഒന്ന് നോക്കി. പൂക്കളെല്ലാം പണ്ടേപടി വെള്ളയും ചുവപ്പും തന്നെ. പക്ഷേ അതിൻ്റെ അടിയിൽ മനുഷ്യരുടെ ചോര കുടിക്കുന്ന അട്ടകളും അട്ടകളെ വെട്ടിവിഴുങ്ങുന്ന വരാലുകളും ഉള്ളപ്പോൾ ആമ്പൽപ്പൂക്കൾ യാതൊരു ക്ഷോഭവും കൂടാതെ അതെല്ലാം അവളെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് കോക്രി കാട്ടുന്നത് പോലെ. അങ്ങനെ അവൾ നിൽക്കുമ്പോൾ വരുന്നു ആമ്പൽ പൊയ്കയിലെ മറ്റൊരു താമസക്കാരൻ. ഒരു വലിയ നീർക്കോലി പാമ്പാണ്. അതോ പുളവനോ? അടിവശം വെള്ള. ഒരാമ്പലയിൽ നുരച്ച് കയറി തല വെള്ളത്തിലാക്കി കിടക്കുന്നു. പെട്ടെന്ന് ഉളി ചാടുന്ന മാതിരി എന്തിനെയോ അത് പിടിച്ചുകൊണ്ട് തല പൊന്തിച്ചു. പാവപ്പെട്ട ഒരു പരൽ മീനാണ്. അത് കരഞ്ഞില്ല, മിണ്ടിയില്ല. അത് വളയുകയും വാല് വിറപ്പിക്കുകയും ചെയ്യുന്നു. അതിനെ യാതൊരു ക്ഷോഭവും കൂടാതെ വിഴുങ്ങിയിട്ട് നീർക്കോലി മുമ്പത്തെ മാതിരി സൂത്രത്തിൽ കിടക്കുകയാണ്. അടുത്തതെവിടെ? കുഞ്ഞു പാത്തുമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വേറെയുമുണ്ട് താമസക്കാർ. ആമ, പള്ളത്തി, കരിമീൻ, തവള, എന്തെല്ലാം തരം ജീവികളാണ്! ആമ്പൽപ്പൂക്കൾ ചുമ്മാ മന്ദഹസിക്കുന്നു. ആകെ കൂടി വല്ലാത്തൊരു സൗന്ദര്യവും ഒരു ഭീകരതയുമുണ്ട് ആ പൊയ്കക്ക്. ആ കണ്ടുപിടുത്തത്തിനു ശേഷം കുഞ്ഞു പാത്തുമ്മ ആമ്പൽ പൊയ്കയുടെ അടുത്ത് പോകുന്നത് തന്നെ സ്നേഹിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഖിയുടെ അടുത്തെത്തുന്ന മാതിരിയാണ്. അവൾക്ക് ജോലിയൊന്നുമില്ല. പിടിപ്പത് ജോലിയുണ്ടെങ്കിലും ചെയ്യാൻ അറിഞ്ഞുകൂടാ. മുമ്പില്ലാത്ത സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം എന്തിനു കൊള്ളാം? അവൾക്ക് ആഹാരം പാകപ്പെടുത്താൻ പോയിട്ട് തീ പിടിപ്പിക്കാൻ പോലും അറിഞ്ഞുകൂടാ. ഉമ്മാക്ക് അതിൽ വലിയ വശമില്ല. ബാപ്പ വളരെ ബുദ്ധിമുട്ടി ആഹാരത്തിന് കൊണ്ടുവരണം. അത് പാകപ്പെടുത്തുകയും വേണം.